السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. പരിശുദ്ധമായ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ ശുക്ർ. റബ്ബിലേക്ക് ശുക്ർ ചെയ്താൽ എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ? എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ? ഈതിറാഫുൽ ഖൽബി ബിനിഅമത്തില്ലാഹ്. അല്ലാഹു തആല മുഅ്മിനീങ്ങളായ നമ്മൾക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്. ആ നിഅമത്തുകൾ തന്നതിന്റെ പകരം റബ്ബിനിക്ക് ശുക്ർ ചെയ്യലാണ്, അൽഹംദുലില്ലാ എന്ന് പറയലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അവരുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയുമോ? റബ്ബിലേക്ക് വേണ്ടതുപോലെ ശുക്ർ ചെയ്ത് ജീവിച്ചു. ഒരിക്കലും നന്ദികേട് കാണിച്ചിട്ടില്ല. റബ്ബ് കൊടുത്ത ഒരുപാട് നിഅമത്തുകളുണ്ടല്ലോ, റബ്ബ് കൊടുത്ത കൈകാലുകളുണ്ടല്ലോ, റബ്ബ് കൊടുത്ത കണ്ണുണ്ടല്ലോ. അതിനൊക്കെയും പകരം അവർ റബ്ബിനിക്ക് വേണ്ടതുപോലെ ജീവിച്ചു പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിലേക്ക് ചോദിക്കുന്ന ഒരാൾ കടന്നു വരികയാണ്. പക്ഷേ അദ്ദേഹം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചോദിച്ചു വരുന്ന ഒരു യാചകനിക്ക് അവിടുന്ന് ഒരു ഈത്തപ്പയം കൊടുത്തപ്പോ വലം യഖ്ബിൽഹാ, ആ ഈത്തപ്പയത്തിന് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അതേ സ്ഥലത്തേക്ക് മറ്റൊരാളെ കടന്നു വരികയാണ്. അദ്ദേഹം കടന്നു വന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിനൊന്ന് കാരക്ക് കൊടുത്തോളൂ. അപ്പോൾ അദ്ദേഹത്തിനേക്ക് കാരക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദാ മിൻ തംറത്തി റസൂലില്ലാഹ്. അവിടുന്ന് ശുക്ർ ചെയ്തു പോയി. തന്ന ഒരാൾക്കുള്ള നന്ദിയാണത്. ഒരിക്കലും നന്ദികേട് കാണിക്കുന്നവരാകാൻ പാടില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ശുക്ർ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഞങ്ങൾ ഹോസ്പിറ്റലുകളിലേക്ക് ചെന്നെത്തുമ്പോ, അവിടെ രോഗികളെ കാണുമ്പോ, അവിടെ ഒരുപാട് മനപ്രയാസങ്ങൾ ഉള്ളവരെ കാണുമ്പോ, ബുദ്ധിമുട്ടുകളുള്ളവരെ കാണുമ്പോൾ റബ്ബ് എനിക്കതൊന്നും തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ മാത്രം അശ്ശുക്റുലില്ലാ, അവിടെ മാത്രം റബ്ബിനിക്ക് ശുക്ർ ചെയ്യാനുള്ളതല്ല. എല്ലാ സമയങ്ങളിലും നാം റബ്ബിനിക്ക് ശുക്ർ ചെയ്യേണ്ടവരാണ്. മഹാന്മാരായ പണ്ഡിതന്മാരോട് അതാ ശുക്രിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീനിൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാ തതഖവ്വാ ബിനിഅമഹി അലാ മാസി. അല്ലാഹു തആല അവനിക്ക് കൊടുത്ത നിഅമത്തുകളുണ്ടല്ലോ, ആ നിഅമത്തുകളിൽ അവൻ റബ്ബിലേക്ക് അവൻ വഴിപ്പെട്ടില്ല. ആ റബ്ബിനിക്ക് വിരുദ്ധമായി അവൻ ജീവിച്ചപ്പോൾ അതാ അവനാണ് ആ റബ്ബിലേക്ക് വേണ്ടതുപോലെ ജീവിക്കാതിരിക്കുമ്പോ അവനെ ഒരിക്കലും ഷാക്കിറെന്ന് പറയൂല, അവനൊരിക്കലും നന്ദി ചെയ്തവനാണെന്ന് പറയൂല. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഐ റബ്ബി കൈഫ അഷ്കുറുക, ഓ റബ്ബേ ഞാൻ എങ്ങനെയാണ് നിനക്ക് ശുക്ർ ചെയ്യുക? അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെയും പറയുകയാണ്, വശുക്രി ലക നിഅമത്തും മുജദ്ദദത്തുൻ മിൻക അലയ്യാ, നിനക്ക് വേണ്ടി ഞങ്ങൾ ശുക്ർ പറയുമ്പോ അതൊരു മറ്റൊരു ശുക്ർ ആകുന്നില്ലയോ? ആ ശുക്ർ പറയാൻ തൗഫീക്ക് നൽകിയ റബ്ബ്, ആ റബ്ബ്
റബ്ബിനിക്ക് പിന്നെയും ഒരു ശുക്ർ പറയേണ്ടതില്ലയോ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ അല്ലാഹു തആല പറയുകയാണ്, യാ ദാവൂദ് അൽആന ശകർതനി, നീ ഇപ്പോഴാണ് യഥാർത്ഥമായ റബ്ബിലേക്ക് ശുക്ർ ചെയ്തത്. നമ്മൾക്കൊരിക്കലും പൂർണ്ണമായ റബ്ബിനോട് ഞങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും താമായ ശുക്ർ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കില്ല. അല്ലാഹു തആല പറയുകയാണ്, യാ അബ്ദി മാ അതൈത ബിഹി മിനശ് ശുക്രിൽ ഖലീലി ഖബിൽതു മിൻക, നിന്നിൽ നിന്നുള്ള ചെറിയതായ ശുക്റുണ്ടല്ലോ, റബ്ബ് എനിക്ക് തന്ന കൈയുണ്ടല്ലോ, റബ്ബ് എനിക്ക് നടക്കാൻ കാല് തന്നുവല്ലോ, റബ്ബ് എനിക്ക് നോക്കാനുള്ള ഈ കണ്ണ് തന്നുവല്ലോ, ഇതെല്ലാം കേൾക്കാനുള്ള ചെവി തന്നുവല്ലോ, ഇതെത്രയോ കേൾക്കാത്തവരില്ലേ, ഇതൊക്കെയും വിജയിച്ചുകൊണ്ട് റബ്ബിലേക്ക് ശുക്ർ ചെയ്യണേ. അനാലൂക റിസ്ഖഹു ലിതകൂമ ഫീഹി ബിതഅതിഹി വതശ്കുറ ബഅദ ഹഖി, റബ്ബ് തന്ന നിനക്ക് നിഅമത്തിനിക്ക് നീ റബ്ബിനോട് ശുക്ർ ചെയ്താൽ അത് ഒരൽപ്പമേ ശുക്റാവുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നീ റബ്ബിലേക്ക് എങ്ങാലും ശാക്കിരായില്ല എങ്കിൽ, നീ എങ്ങാലും റബ്ബിലേക്ക് ശുക്ർ ചെയ്യാതിരുന്നവനാണെങ്കിൽ, ഫലം തശ്കുർ ലിനിഅമതിഹി വലാകിൻ ഖവിത അലാ മആസിഹി ബിർസ്ഖിഹി, റബ്ബ് തന്ന നിനക്ക് തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, റബ്ബ് തന്ന നിനക്ക് സർവ്വ അനുഗ്രഹങ്ങളിലേക്ക് നീ എതിരായി ചെയ്തവനാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ ഇത് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, പലപ്പോഴും ശൈഖുന ബുഖാരി ക്ലാസ് നമ്മളോട് ഓർമ്മപ്പെടുത്താറുണ്ടല്ലോ, ബൽഅം ഇബ്നു ബാഊറിന്റെ ചരിത്രങ്ങൾ ഞങ്ങളൊക്കെയും പഠിച്ചവരാണല്ലോ. അദ്ദേഹം നിഅമത്തിനെ നിഷേധിച്ചു പോയി, അദ്ദേഹം ഒരു നിഅമത്തും ഇല്ലെന്ന് നിഷേധിച്ചു പോയി. റബ്ബിലേക്ക് നല്ലതുപോലെ ശുക്ർ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.